ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ട് ഇന്നൊരു ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നാണ്. സോ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇതിലില്ല, എന്നാൽ എന്തെങ്കിലുമൊക്കെ കാണും. സോ വാച്ച് മൈ വീഡിയോ. സോ ഞങ്ങൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് ഒരു ടോഡി ഷോപ്പിലേക്കാണ്. വേറെ എങ്ങോട്ടുമല്ല, ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ടോഡി ഷോപ്പിലേക്കാണ്. ബിക്കോസ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, മേ ബി പാലായൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി അറിയാനത് വഴിയുണ്ട്. പാലാച്ചാർ പൊങ്കാൽ തുരുത്തുക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു. ട്രിപ്പെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ കൂടിയും ഭയങ്കര നൈസായിട്ടുള്ളൊരു ഒരു ജേർണി ആയിരുന്നു ഇതെന്ന് പറയാനായിട്ട്. അങ്ങനെ ഞാൻ, കൊച്ചച്ഛൻ, എൻ്റെ ഒരു അങ്കിൾ, അമ്മ, ചിറ്റ, ആൻറ്റി, പിന്നെ അവരുടെ മോള്, ഞങ്ങൾ ഇത്രയും പേരായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ആദ്യം ഭയങ്കര ഷൈ ആയിരുന്നു. പിന്നെ എല്ലാവരും അത്യാവശ്യം എന്നോട് കോർപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിച്ചേർന്നു. അവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്, ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു. നമുക്ക് കാറൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് പോലും കിട്ടില്ല. അപ്പോൾ നമ്മളെവിടേക്കോ ചേർത്തു. അങ്ങനെ നമ്മളവിടെ വന്നു, കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യണം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ എൻട്രൻസിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ കള്ള് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കടന്ന് ചെന്നപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് ഒരു ഇരുട്ടുമുറിയാണ് ഗൈസ്. അവിടെ ഇരുന്ന് എന്ത് വെള്ളം അടിക്കാനാണ്, നമുക്കൊരു വൈബില്ല, ഒരു പ്രൈവസി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ നേരെ എന്ത് ചെയ്തു, പുറത്തോട്ട് വന്നപ്പോൾ മൊത്തം ഫില്ലായിരുന്നു. പിന്നെ നമുക്ക് അവസാനം ഇങ്ങനെ ഒരു റൂമാണ് ഗൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളവിടെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരോട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ പറഞ്ഞ ഐറ്റംസ് എല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് തെങ്ങിൻ കള്ളും പിന്നെ മുന്തിരിക്കള്ളും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പോൾ കാണുന്നത്. അത്യാവശ്യം കൊള്ളാം എന്നല്ല, നല്ല രീതിക്ക് കൊള്ളാമായിരുന്നു. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ടായിരുന്നത് കള്ളപ്പം, കപ്പ, പാലപ്പം, ചിക്കൻ റോസ്റ്റ്, താറാവ് റോസ്റ്റ്, പോർക്ക്, ബീഫ്, മീൻകറി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ ഉള്ള ആക്രാന്തത്തിൽ ഞങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. എല്ലാം വന്നു കഴിഞ്ഞൊരു ഓവർവ്യൂ എടുക്കാനായിട്ട് നോക്കിയപ്പോൾ സാധനങ്ങളെല്ലാം തീർന്നു പോയി ഗൈസ്. അവസരം കിട്ടിയത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പവും താറാവ് റോസ്റ്റും പോർക്കും മാത്രമാണ്. ബിക്കോസ് ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത് കാരണം എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ വളരെ ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കി അവരെല്ലാവരും കഴിക്കാതെ വന്നതുകൊണ്ട് അവർക്ക് വയറ് നിറയെ കഴിക്കാനും പറ്റി. എനിവേ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് ചില്ലടിച്ച് കള്ളൊക്കെ കുടിച്ച് കപ്പയൊക്കെ കഴിച്ച് മീൻകറിയൊക്കെ കഴിച്ച് പോർക്കൊക്കെ കഴിച്ച് താറാവ് റോസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ ആർമാദിച്ച് ഉല്ലസിച്ച് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് എല്ലാം കഴിഞ്ഞ് ഏകദേശം ഞാനൊന്ന് ഫിനിഷിങ്ങിലേക്കൊക്കെ കടന്നു. എനിക്കത് മൊത്തം കഴിക്കണം എൻ്റെ മനസ്സിൽ ഒരുപാടുണ്ടായിരുന്നെങ്കിലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവർ കഴിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പെറുക്കി ഞാൻ അവിടെ ഇരുന്ന അവസാനം നമ്മൾ അവിടെ നിന്ന് കൈയൊക്കെ കഴുകി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു ഷോട്ടും ഇല്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ഒരു ഷോട്ട് എടുക്കൂ എന്ന് പറഞ്ഞ് അമ്മയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ നീ വീഡിയോ പിടുത്തം നിർത്തിയോ എന്ന് ചോദിക്കുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും ക്യാമറ എൻ്റെ കയ്യിലേക്ക് തന്നെ വന്നു. അങ്ങനെ അമ്മയുടെ ഷോട്ടൊക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ ഷോട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോകുവാണ്. ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കിടന്ന് ചെന്നപ്പോൾ അതാന്നിരിക്കുന്നു ഒരുപാട് ഐറ്റംസ്. അങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതി ഞാൻ കുറേ മാറി നിന്നാണ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ മുടി മറ്റു കാര്യങ്ങളൊക്കെ വീഴുന്നതൊക്കെ കൺസേൺ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലേക്ക് തന്നെ വന്നു. ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ കയറിയതിനെക്കാട്ടിലും തിരക്കായിരുന്നു ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറി നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവർക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ എന്തെടുത്തു, നേരെ അരുവിക്കുഴി വാട്ടർഫോൾസ് കാണാമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് അങ്ങോട്ടേക്കാണ്. എനിവേസ് എന്തായാലും നമുക്ക് അവിടുത്തെ കസ്റ്റമർ സർവീസ് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്. അതുപോലത്തെ നല്ല സർവീസായിരുന്നു നമുക്ക് ആ സ്റ്റോഡി ഷോപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫുഡും നല്ല ടേസ്റ്റ് സാധനമാണ്, മസ്റ്റ് ട്രൈ ആണ് അവിടുത്തെ താറാവ് റോസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അരുവിക്കുഴിയിലോട്ട് എത്തി. പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് തന്നെ സൺഡേ ആണ്, അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ അവിടെ ചെന്ന് അവിടെയൊക്കെയോ പാർക്കിംഗ് സൗകര്യമൊക്കെ നമ്മൾ തപ്പിയെടുത്ത് കണ്ടു. അങ്ങനെ നോക്കുമ്പോൾ ദൈവൻ ഐസ്ക്രീം കഴിക്കുന്ന എല്ലാവരും ട്യൂൺ ചെയ്ത് നിൽക്കുകയായിരുന്നു. എല്ലാവരോടും ചോദിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത അവസരം ഞാൻ 2 ഐസ്ക്രീം അവന് വാങ്ങിച്ചു കൊടുത്തവൻ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ രണ്ടെണ്ണത്തിന് ഞാൻ നിർത്തി. അങ്ങനെ ഞങ്ങളും കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വാട്ടർഫോൾസ് കാണാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ നല്ല രസമായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കുമായിരുന്നു. എന്താണെന്നറിയില്ല, എല്ലാവരും ഞങ്ങളെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു.
ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. ഞാൻ അപ്പം തന്നെ എനിക്ക് കിട്ടിയ ഐസ്ക്രീം തീരുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ അകത്താക്കി. കാരണം ആദ്യമേ കഴിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടേതും കൂടെ കിട്ടും. സോ ഞാൻ ആദ്യമേ തന്നെ പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് ഓടിപ്പോയി അമ്മയുടെയും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം എല്ലാം കഴിച്ച് കഴിഞ്ഞ് എനിക്ക് കഴിക്കുന്ന കോൺസെൻട്രേഷനിൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തു. അമ്മയാണ് ബാക്കി വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. അമ്മ വീഡിയോ ഒന്ന് ചെരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പകുതി വഴിയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അങ്ങനെ എൻ്റെ അമ്മ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ച് പിടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ അമ്മ തിരിച്ചൊക്കെ പിടിച്ച് നല്ല നൈസായിട്ട് എൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അമ്മയുടെ ഫോണിലും കുറേ വീഡിയോസൊക്കെ എടുത്ത് നമ്മളങ്ങനെ നടക്കാൻ തുടങ്ങി. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും എല്ലാവരും ഒത്തിരി പേരുണ്ടായിരുന്നു. നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് സൺഡേ ആണ്, അപ്പോൾ എല്ലാവരും തന്നെ വരുന്നൊരു ദിവസമാണ്. അപ്പം നല്ല രസമായിരുന്നു. ഒത്തിരി സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ആൾക്കാരുള്ളിടത്ത് പോകുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോഴേ നമുക്കൊരു വൈബ് അടിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ചെന്നു, പാലത്തിൻ്റെ അവിടെ നിന്ന് കുറേ ഷോയൊക്കെ കാണിച്ചു, അമ്മേനെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങാമെന്നൊരു പ്ലാൻ ചെയ്തു. പക്ഷേ ഗൈസ്, അവിടെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വെള്ളത്തിലിറക്കാൻ പേടിയാണ്. ഞാൻ ഇത്രയും മുതുക്കിയായിട്ടും എന്നെ വെള്ളത്തിലിറക്കാൻ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വെള്ളത്തിലിറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങാനാണ് ഗൈസ് പോകുന്നത്. അങ്ങനെ ചെന്നു, ആദ്യം തണുപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മൾ സെറ്റാക്കി ഇറങ്ങി. അമ്മയോട് ഞാൻ പറയുന്നുണ്ട് വരൂ എന്ന് പറഞ്ഞിട്ടൊന്നും അമ്മ വരുന്നുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് പണ്ടോട്ടെ. ഞങ്ങൾ ബീച്ചിലൊക്കെ പോകുമ്പോഴും അമ്മ ഇറങ്ങാൻ ഒട്ടും സമ്മതിക്കില്ല. അമ്മ കരയ്ക്കിരുന്ന് വാ എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കും. അമ്മ ഇറങ്ങാറേ ഇല്ല. ഞാനും പിന്നെ ഇവളോട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങി നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് ഇറങ്ങി ഒന്ന് കാലൊക്കെ നനച്ചിട്ട് നമ്മളിങ്ങോട്ട് കയറി കേട്ടോ. കാരണം എങ്ങോട്ട് ഇറങ്ങിയാലും അമ്മ ഇങ്ങനെ കയറിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ അധികം ഒന്നും അതിനകത്ത് നിന്നില്ല. പിന്നെ അതിനുശേഷം നമ്മൾ പെട്ടെന്ന് പോകുന്നൊരു ഫീലായി പോയതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒന്നും കൂടെ ലാസ്റ്റായിട്ട് ഒന്ന് പോയിട്ട് വരാം, 2-3 വീഡിയോസ് കൂടെ ഒക്കെ എടുത്തിട്ട് വരാം. എടുത്തൊന്നും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് എൻട്രൻസിൻ്റെ അവിടം വരെ വന്നതാണ്. പക്ഷെ നമ്മൾ ഇറങ്ങിയില്ല. നമ്മളൊന്നും കൂടെ ലാസ്റ്റായിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് വെള്ളത്തിൽ ഇറങ്ങാം എന്നൊരു പെർമിഷൻ വാങ്ങി നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. ആൻഡ് ഗൈസ്, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, എൻ്റെ ആദ്യത്തെ വോയിസ് ഓവറും സെക്കൻഡ് വോയിസ് ഓവറും തമ്മിൽ സോ മെനി ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു പനിയായിരുന്നു. എൻ്റെ BP ഒക്കെ കുറഞ്ഞ് ഭയങ്കര സീനായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വോയിസ് ഓവറിൽ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. എന്തായാലും എന്നെ ക്ഷമിക്കുക. അപ്പം നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കയറിയതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഫൈനലായിട്ട് ഒന്നും കൂടി ഒന്ന് കാലൊന്ന് നനച്ചിട്ട് നമ്മൾ കയറാം എന്നും പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ചെറുപ്പം തൊട്ടേ ഈ വെള്ളമൊക്കെ കണ്ടാൽ ഭയങ്കര പ്രാന്താണ്. എനിക്ക് കയറാൻ പറ്റില്ല, എനിക്ക് എന്തോ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബീച്ചൊക്കെ പോയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇറങ്ങിയെല്ലാം കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ അത് ഒരാളെ കാണുന്നില്ല. നോക്കുമ്പോഴത്തേക്കിനെ നമ്മൾ നേരത്തെ ഐസ്ക്രീം വാങ്ങി കൊടുത്ത് അവന് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് കമ്പനിയായി. അപ്പോൾ അവർ പറയുന്നുണ്ട് അവിടെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞു. എനിവേസ് നമ്മൾ അവന് ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു എൻ്റെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്തതിൽ. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഡോണ്ട് forget to subscribe and share and please comment below. Thank you so much.